Draw a rectangle of perimeter 15 centimeters and side in the ratio 3:4. അതായത് സൈഡ്സ് 3:4 എന്ന റേഷ്യോയിലുള്ള പെരിമീറ്റർ 15 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ റേഷ്യോ തന്നിട്ടുള്ളത് എന്താണ്? 3:4 ആണ് അല്ലേ. അതായത് 3ഉം 4ഉം രണ്ട് നമ്പേഴ്സേ ഉള്ളൂ. അതായത് രണ്ട് സൈഡ്സിൻ്റെ റേഷ്യോ ആണ് എന്ത്? 3:4. പക്ഷേ നമുക്ക് തന്നിട്ടുള്ളത് പെരിമീറ്റർ ആണ് അല്ലേ. അതായത് 4 സൈഡ്സിൻ്റെയും സമ്മാണ് എന്ത്? 15 സെൻറ്റിമീറ്റർ. പക്ഷേ രണ്ട് സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. സോ രണ്ട് സൈഡ്സിൻ്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കണം. എന്നിട്ട് ആ ലൈനിലാണ് നമ്മൾ 3:4 റേഷ്യോയിൽ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ തന്നിട്ടുള്ളത് 4 സൈഡ്സിൻ്റെ സമ്മാണ് അല്ലേ. അതായത് പെരിമീറ്റർ എന്ന് പറയുന്നത് 4 സൈഡ്സിൻ്റെ സമ്മാണ്. അപ്പോൾ നമുക്ക് 2 സൈഡ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. നമുക്കറിയാം പെരിമീറ്റർ കാണാൻ ഇക്വേഷൻ എന്താണ്? 2 ഇൻറ്റു ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ്. പെരിമീറ്റർ എത്താണ് തന്നിട്ടുള്ളത്? 15 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. സോ 2 ഇൻറ്റു എൽ പ്ലസ് ബി ഈസ് ഈക്വൽ ടു എന്താണ്? 15 സെൻറ്റിമീറ്റർ. എൽ പറഞ്ഞാൽ ലെങ്ത്തും ബി ബ്രെഡ്ത്തും ആണ്. അപ്പോൾ ഇതിൽ നിന്നും എൽ പ്ലസ് ബി കാണാം. അതായത് രണ്ട് സൈഡ്സിൻ്റെ സമ്മ്, ലെങ്ത്തിൻ്റെയും ബ്രെഡ്ത്തിൻ്റെയും സമ്മ് കാണാം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഈ ഇൻറ്റു 2നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 2 ആകും. സോ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു എത്രയാണ്? 15/2. ദാറ്റ് ഈസ് 7.5 സെൻറ്റിമീറ്റർ ആണ്. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള രണ്ട് സൈഡ്സിൻ്റെ റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. അത് 3:4 ആണ്. സോ ആ രണ്ട് സൈഡ്സിൻ്റെ സമ്മ് നമ്മൾ കണ്ടുപിടിക്കണം. കാരണം ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് പെരിമീറ്റർ ആണ്. അതായത് 4 സൈഡ്സ് അല്ലേ ഒരു റെക്റ്റാങ്കിളിനുള്ളത്. അപ്പോൾ ആ 4 സൈഡ്സിൻ്റെ സമ്മാണ് പെരിമീറ്റർ 15 എന്ന് പറയുന്നത്. സോ 2 സൈഡ്സിൻ്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ എൽ പ്ലസ് ബി കണ്ടുപിടിച്ചത്. അത് എത്രയാണ്? 7.5 സെൻറ്റിമീറ്റർ. സോ നമുക്ക് ആദ്യം 7.5 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈൻ വരയ്ക്കാം, ഒരു റൂളർ യൂസ് ചെയ്തിട്ട്. എന്നിട്ട് ആ ലൈനിന് സ്ലാൻഡഡ് ആയിട്ട് മറ്റൊരു ലൈന് വരയ്ക്കാം. ഇനി ഈ സ്ലാൻഡഡ് ആയിട്ടുള്ള ലൈനിനെ നമ്മൾ 3:4 റേഷ്യോയിൽ കട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ആദ്യം 3 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് ഒരു പോയിൻ്റ് ഇടാം. എന്നിട്ട് 4 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ടും ഒരു പോയിൻ്റ് ഇടാം. അപ്പോൾ ഈ സ്ലാൻഡഡ് ലൈനിനെ നമ്മൾ 3:4 റേഷ്യോയിൽ കട്ട് ചെയ്തു. അതിനെ നമുക്ക് ആദ്യത്തെ പോയിൻറ്റിന് എ എന്നും രണ്ടാമത്തെ പോയിൻറ്റിന് ബി എന്നും കൊടുക്കാം. ഇനി ബിയിൽ നിന്നും നമ്മുടെ 7.5 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ലൈനിൻ്റെ എൻഡിലേക്ക് ജോയിൻ ചെയ്യാം. ഇനി ഈ ലൈനിന് പാരലായിട്ട് എയിലൂടെ ഒരു ലൈൻ വരയ്ക്കണം. അതിനുവേണ്ടി നമുക്ക് ഈ ലൈനിൽ ഒരു സെറ്റ് സ്ക്വയർ വയ്ക്കാം. സെറ്റ് സ്ക്വയറിൻ്റെ പെർപെൻഡിക്കുലർ സൈഡാണ് വെക്കേണ്ടത്. സെറ്റ് സ്ക്വയറിൻ്റെ മറ്റേ പെർപെൻഡിക്കുലർ സൈഡിൽ ഒരു റൂളറിന് വെക്കാം. എന്നിട്ട് റൂളറിൻ്റെ സൈഡിലൂടെ സെറ്റ് സ്ക്വയർ മൂവ് ചെയ്തിട്ട് എയിലെത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് എയിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ വരയ്ക്കാം. ഈ രണ്ട് ലൈൻസും തമ്മിൽ പാരലായിരിക്കും. സോ ഈ രണ്ട് പാരലൽ ലൈൻസിനും നമ്മൾ 7.5 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ലൈനിനെ 3:4 റേഷ്യോയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ രണ്ട് സൈഡ്സുമാണ് എന്ത്? നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ രണ്ട് സൈഡ്സ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു സൈഡ് നമ്മൾ സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ എൻഡിലും മറ്റേ സൈഡ് വരയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഈ സൈഡാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഈ സൈഡിൻ്റെ രണ്ട് എൻഡ്സിലും പെർപെൻഡിക്കുലർ വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സെറ്റ് സ്ക്വയർ യൂസ് ചെയ്യാം. ഇപ്പം റൈറ്റ് ആംഗിൾ സെറ്റ് സ്ക്വയർ ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഒരു റൈറ്റ് ആംഗിൾ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെയും പെർപെൻഡിക്കുലർ വരയ്ക്കാം. ഈ പെർപെൻഡിക്കുലേഴ്സിൽ നമ്മൾ രണ്ടാമത്തെ സൈഡ് മാർക്ക് ചെയ്യണം അല്ലേ. അതിനു വേണ്ടി ഒരു കോമ്പസ് എടുത്തിട്ട് രണ്ടാമത്തെ സൈഡ് മെഷർ ചെയ്യാം. എന്നിട്ട് കോമ്പസിൻ്റെ നീഡിൽ സെലക്ട് ചെയ്ത സൈഡിൻ്റെ എൻഡിൽ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കാം. മറ്റേ എൻഡിലും വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കാം. ഈ രണ്ട് ആർക്സും പെർപെൻഡിക്കുലേഴ്സ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് ആണ് എന്ത്? നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ കോർണേഴ്സ്. സോ ആ കോർണേഴ്സിൽ നിന്നും സൈഡിൻ്റെ സെലക്ട് ചെയ്ത സൈഡിൻ്റെ എൻഡിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ 3 സൈഡ്സായി. ഇനി മൂന്നാമത്തെ സൈഡ് കൂടി കോർണേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ നമ്മുടെ റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ആയി. Draw a triangle of each of the types below of perimeter 13 centimeter. First equilateral. അതായത് പെരിമീറ്റർ 13 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് വെച്ചാൽ എന്താണ്? സൈഡ് 1 + സൈഡ് 2 + സൈഡ് 3 അല്ലേ. ഈ 3 സൈഡ്സിൻ്റെയും സമ്മാണ് എന്ത്? 13 സെൻറ്റിമീറ്റർ. അതേപോലെ ഈ
സൈഡ്സ് തമ്മിലെ റേഷ്യോ എന്തായിരിക്കും? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ, അപ്പോൾ എല്ലാ സൈഡ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ റേഷ്യോ 1:1:1 എന്ന റേഷ്യോയിലായിരിക്കും അല്ലേ. അതായത് സൈഡ് 1 സൈഡ് 2 സൈഡ് 3 എത്രയാണ്? 1:1:1. സൈഡ് 1 പ്ലസ് സൈഡ് 2 പ്ലസ് സൈഡ് 3 എത്രയാണ്? പെരിമീറ്റർ തന്നെയാണ്. അത് എത്രയാണ്? 13 സെൻറ്റിമീറ്റർ. അപ്പോൾ ആദ്യം നമ്മൾ 13 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ലൈന് വരയ്ക്കണം. അതിനെ നമ്മൾ 1:1:1 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യണം. എന്നിട്ട് ആ സൈഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് വരയ്ക്കണം? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കണം. അപ്പോൾ ആദ്യം നമുക്ക് 13 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഒരു ലൈന് വരയ്ക്കാം. ഇനി അതിന് സ്ലാൻഡഡ് ആയിട്ട് മറ്റൊരു ലൈൻ വരയ്ക്കാം. ഈ ലൈനിനെ നമ്മൾ 1:1:1 റേഷ്യോയിൽ കട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് അതിൽ നമ്മൾ 1:1:1 എന്ന് വെച്ചാൽ എന്താണ്? ഈ എല്ലാ ഭാഗത്തും എല്ലാ സൈഡിലും നമ്മൾ *2 എന്ന് ചെയ്താൽ അതെന്ത് വരും? 2:2:2 എന്നാവും. രണ്ടും സെയിം റേഷ്യോ തന്നെയാണ് അല്ലേ. 1:1:1 എന്ന് വെച്ചാലും 2:2:2 എന്ന് വെച്ചാൽ സെയിം ആണ്. അപ്പോൾ നമ്മൾ ഈ സ്ലാൻഡഡ് ലൈനിൽ 2 സെൻറ്റിമീറ്റർ ഇടവിട്ട് 3 പോയിൻറ്റ്സ് ഇടാം. കാരണം റേഷ്യോയിൽ 3 നമ്പേഴ്സ് അല്ലേ ഉള്ളത്. അപ്പോൾ ആദ്യം 2 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് ഒരു പോയിൻ്റ് ഇടാം, അതിന് A എന്ന് കൊടുക്കാം. പിന്നെ 2 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് മറ്റൊരു പോയിൻ്റ് ഇടാം, അതിന് B എന്ന് കൊടുക്കാം. പിന്നെ 2 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് മറ്റൊരു പോയിൻ്റ് ഇടാം, അതിന് C എന്ന് കൊടുക്കാം. അപ്പോൾ എത്ര? 2:2:2 റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്തു? ഈ ലൈനിനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് 1:1:1 എന്ന റേഷ്യോ തന്നെയാണ് ഇതും. ഇനി സിയിൽ നിന്നും നമ്മുടെ 13 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ലൈനിൻ്റെ എൻഡിലേക്ക് ജോയിൻ ചെയ്യാം. ഇനി ഈ ലൈനിന് പാരലലായിട്ട് ബിയിലൂടെയും എയിലൂടെയും ലൈൻസ് വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ആ ലൈനിൽ നമ്മൾ സെറ്റ് സ്ക്വയറിൻ്റെ 90 ഡിഗ്രി ആംഗിൾ വരുന്ന സെറ്റ് സ്ക്വയർ എടുക്കുക. അതിൻ്റെ ഒരു പെർപെൻഡിക്കുലർ സൈഡ് ആ ലൈനിൽ വെക്കാം. സെറ്റ് സ്ക്വയറിൻ്റെ മറ്റേ പെർപെൻഡിക്കുലർ സൈഡിൽ ഒരു റൂളറും വെക്കാം. എന്നിട്ട് റൂളറിൻ്റെ സൈഡിലൂടെ സെറ്റ് സ്ക്വയർ മൂവ് ചെയ്തിട്ട് ബിയിലെത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് ബിയിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ വരയ്ക്കാം. ഈ ലൈനും നമ്മൾ ആദ്യം വരച്ച ലൈനും തമ്മിൽ പാരലലായിരിക്കും. ഇനി സെറ്റ് സ്ക്വയർ വീണ്ടും മൂവ് ചെയ്തിട്ട് എയിലെത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് എയിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ വരയ്ക്കാം. ഈ ലൈനും നമ്മുടെ ആദ്യം വരച്ച 2 ലൈൻസിന് പാരലലായിരിക്കും. അപ്പോൾ ഈ പാരലൽ ലൈൻസ് നമ്മുടെ 13 സെൻറ്റിമീറ്റർ ലൈനിനെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഈ റേഷ്യോ എന്തായിരുന്നു? 1:1:1 അല്ലെങ്കിൽ 2:2:2 എന്ന റേഷ്യോ ആണ്. അപ്പോൾ 3 സെയിം അല്ലേ, അതുകൊണ്ട് ഈക്വൽ പാർട്സ് ആണ്. അപ്പോൾ അതിലേതെങ്കിലും ഒരു സൈഡ് നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ എൻഡിൽ നമ്മൾ മറ്റേ 2 സൈഡ്സ് കൂടി വരച്ചാൽ ഈ ട്രയാങ്കിൾ കംപ്ലീറ്റ്. ഞാൻ ഈ സൈഡാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ എൻഡിൽ മറ്റ് 2 സൈഡ്സ് കൂടി വരയ്ക്കണം. അപ്പോൾ ഞാൻ ആദ്യമുള്ള സൈഡ് ഒരു കോമ്പസ് വെച്ചിട്ട് മെഷർ ചെയ്തു. എന്നിട്ട് കോമ്പസിൻ്റെ നീഡിൽ സെലക്ട് ചെയ്ത സൈഡിൻ്റെ ഒരെൻഡിൽ വെച്ചിട്ട് ഒരു ആർക്ക് വരച്ചു. ഇനി മൂന്നാമത്തെ സൈഡും ഒരു കോമ്പസ് എടുത്തിട്ട് മെഷർ ചെയ്തു. എന്നിട്ട് കോമ്പസിൻ്റെ നീഡിൽ സെലക്ട് ചെയ്ത സൈഡിൻ്റെ മറ്റേ എൻഡിൽ വെച്ചിട്ട് ഒരു ആർക്ക് വരച്ചു. ഈ 2 ആർക്സും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് നമ്മുടെ ട്രയാങ്കിളിൻ്റെ വെർട്ടെക്സ്. ആ വെർട്ടെക്സിൽ നിന്നും സെലക്ട് ചെയ്ത സൈഡിൻ്റെ 2 എൻഡിലേക്കും ജോയിൻ ചെയ്തപ്പോൾ നമ്മുടെ ട്രയാങ്കിൾ കംപ്ലീറ്റ് ആയി.